എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, 2025 25 ഇറങ്ങുന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ പ്രാവിൻകൂട് ഷാപ്പ് കണ്ടു. പിന്നെ OTT തിരിച്ച് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ റൈഫിൾ ക്ലബ്, പണി, രണ്ടും നല്ല സംഭവ സിനിമകൾ, രണ്ടും വ്യത്യസ്തമായ സിനിമകൾ, രണ്ടും കിള്ളൻ സിനിമകൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. എനിവേ, ആ സിനിമകളെ പറ്റിയല്ല എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പം അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു OTT സീരീസാണ്, പാതാൾ ലോക്. സീസൺ 2 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് 2025. ഇതിൻ്റെ സീസൺ 1 മുമ്പ് ഓൾറെഡി ഇറങ്ങിയിരുന്നു. അത് ഒരു എന്താ പറയുക, അത്യാവശ്യം കാണേണ്ടിയിരുന്ന ഒരു സീരീസ് ആയിരുന്നു, വെബ് സീരീസ് ആയിരുന്നു. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീരീസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ കമ്മിങ് ടു പാതാൾ ലോക് 2, ഇത് ആ ഒരു കഴിഞ്ഞ സീരീസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതിലുള്ള അതേ ക്യാരക്ടേഴ്സും അതേ ആക്ടേഴ്സും ഒക്കെ തന്നെയാണ് ഈ ഒരു സീരീസിലും ഉടനീളമുള്ളത്. പക്ഷേ കഥ മാത്രം എന്താ പറയുക ഡിഫറെൻ്റ് ആണ്. ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്തു, ആ ഒരു മേർഡർ അതൊക്കെ സോൾവ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഒരു കംപ്ലീറ്റ്ലി എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. പക്ഷേ ക്യാരക്ടേഴ്സും ഏകദേശം നമ്മളെ സ്റ്റാർസും ആക്ട്രസസ് എല്ലാം സെയിം ആണ്. സുദീപ് ശർമ്മയാണ് ഇതിൻ്റെ ക്രിയേഷൻ. അത് കഴിഞ്ഞതും സുദീപ് ശർമ്മയാണ്. പിന്നെ ഡയറക്റ്റഡ് ബൈ അവിനാഷ് അരുൺ, പ്രോസിത് റോയ് സീസൺ 1 ആയിരുന്നു. അവിനാഷ് അരുണാണ് ഈ സെക്കൻഡ് സീസൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്റ്റാറിങ് മെയിൻ റോളിൽ ജയ്ദീപ്, ഇഷ്വാക് സിംഗ്, ഗുൽ പനാങ് ഇവരെല്ലാം ഉണ്ട്. സെയിം കാസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബട്ട് ദ വേ ദേ ഹാവ് എക്സിക്യൂട്ടഡ് ദി സീരീസ് മേറ്റ്, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സെക്കൻഡ് സീസൺ. ഇതിൻ്റെ കഥ, അതാണ് ഇതിൻ്റെ ഒരു വൻ നട്ടെല്ലെന്നൊക്കെ പറയില്ലേ, ഒരു നട്ടെല്ല് ഇതിൻ്റെ കഥ തന്നെയാണ്. തിരക്കഥയാണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതിലത്തെ ഓരോ ഡയലോഗ്സും ഓരോ സീൻസും അത് എടുത്തിരിക്കുന്ന രീതി, അതിൻ്റെ കളറിങ്, ഒരു നിയോ നോയർ കളറിങ് സീരീസ് ഉടനീളം, അതിൻ്റെ ഒരു മ്യൂസിക്, അതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ദ വേ ദി അപ്രോച്ച് അവർ ലൈഫ്, ഹൗ ദ ക്യാരക്ടേഴ്സ് അപ്രോച്ച്. അവർക്ക് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ എന്താ പറയുക, ഓരോ രീതികളുണ്ട്. അത് ഭയങ്കര രസകരം എന്ന് പറഞ്ഞാൽ, നമ്മളിതുപോലെ എന്താ പറയുക, നമ്മൾ മലയാളം സിനിമയിലാണ് ഭയങ്കരം നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എടാ മക്കളെ, നിങ്ങളെ സ്വന്തം നാട്ടിലുണ്ടോ അങ്ങനത്തെ പടം എടുക്കാൻ പറ്റുന്ന ആൾക്കാർ, പണി അറിയുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചെന്ന് പൈസ കൊടുത്തിട്ട് പണി ഇതുപോലത്തെ പടം ഇറക്കാൻ പറ. നിങ്ങളെ സ്വന്തം നാട്ടിലുണ്ട്, നമ്മൾ അടിപൊളി പിള്ളേരുണ്ട് ഇതുപോലെ പണി അറിയുന്നവർ. എന്ത് സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് നമ്മാർ, മൈ ഗോഡ്. ഞാൻ ശരിക്കും സ്റ്റണ്ടായിപ്പോയി ആ സീരീസ് കണ്ടിട്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് സീസൺ കണ്ടല്ല, അപ്പോൾ പിന്നെ വീണ്ടും ഒരു ക്രൈം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു നോക്കാം, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിർത്താലോ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ആ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ വീണ്ടും അത് അടുത്തേക്ക് കാണാം, അതിങ്ങനെ കണ്ട് അവസാനം ഞാൻ തീർത്തത്, ബിഞ്ച് വാച്ച് ചെയ്തു. മാൻ, സ്റ്റോറി, അതും ഇത്രയും വോളറ്റൈലായിട്ടുള്ള, ഇത്രയും ഒരു എന്താ പറയുക, ഭയങ്കര സാമൂഹിക ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒരു സബ്ജക്റ്റ്. സാധാരണ ഒരാളിത് പലരും തൊടാൻ ഇത് പേടിക്കും. നോർത്ത് ഈസ്റ്റിനെ പറ്റിയുള്ള പരിപാടിയാണ്. നാഗാസ് നമ്മളിപ്പോൾ അടുത്തൊക്കെ കേട്ടില്ലേ, നാഗാസ് കുക്കീസ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലമൊക്കെ നമ്മളിപ്പോൾ അടുത്ത ന്യൂസിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതുപോലത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു സീരീസ് ഉണ്ടാക്കി അതിലൊരു ക്രൈം ഇൻവോൾവ് ചെയ്തിട്ട് ആ ക്രൈം, അതും അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാരൊക്കെ മെയിൻ ഈ നാഗാലാൻഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വെച്ചുള്ള പരിപാടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കുന്നു. മൈ ഗോഡ്, സമ്മതിച്ചിരിക്കുന്നു ഇതിൻ്റെ റൈറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനൊക്കെ. നന്നായിട്ട് ഈ പണിയെടുക്കുന്ന അറിയാവുന്ന പിള്ളേരെ വെച്ചിട്ട് തന്നെയാണ് സംഭവം ചെയ്യിപ്പിച്ചിരിക്കുന്നത്.
അതിലെ അഭിനയവും സ്ക്രിപ്റ്റും എല്ലാം പൊളിയെന്ന് പറഞ്ഞാൽ സൂപ്പർ, കണ്ടിരിക്കേണ്ട ഒരു സീരീസ്. പ്രത്യേകിച്ച് ഇത് കഥ ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്. സ്റ്റാർട്ടിങ് ഇത് കാണുമ്പോൾ ഒരു സീരിയൽ കില്ലർ എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഒരാളെ തലർത്ത് ഹോട്ടലിൽ വെച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെയാ നമുക്കൊരു തുടക്കം വരുമ്പോൾ നമ്മൾ ആദ്യം തോന്നുന്നു ഒരാളെ തലർത്ത് ഹോട്ടൽ റൂമിൽ വെച്ചിരിക്കുന്നു, അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ പാരലായിട്ട് വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു അതിനുള്ളൊരു സാഹചര്യം അവിടെ തുറന്നു വരികയാണ്. അങ്ങനെ 2 ഇൻവെസ്റ്റിഗേഷൻ ഒരുമിച്ച് നടന്നിട്ട് ആ 2 ഇൻവെസ്റ്റിഗേഷനും ഒരേ എന്താ പറയുക കഥയിലേക്ക് വന്ന് ചേർന്ന് അതെങ്ങനെ ഈ കഥയുടെ അവസാനം വരെ ഈ 2 ഇൻവെസ്റ്റിഗേഷൻ ഒരുമിച്ച് പോയിട്ട് ആ കഥയുടെ അവസാനം വരെ ഈ ഒരു സംഭവങ്ങൾ, ഓ മൈ ഗോഡ്. സത്യം പറയാലോ, എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ പോലും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന്. നിങ്ങളിത് കാണണം, കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ്, ഭയങ്കര ബ്രില്യൻ്റ്. ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. എനിക്കങ്ങനെ കണ്ടുപിടിക്കാനേ പറ്റില്ല. അങ്ങനെ ഭയങ്കര വലിയ നമുക്ക് ലൂപ്പ് ഹോൾസ് അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി കില്ലറിനെ മനസ്സിലാവുമോ? ഇല്ല. അതിനൊക്കെ അവസാനം വരണം. അപ്പോഴും ട്വിസ്റ്റ് തന്നെയാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഭ്രും ഭ്രും എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ല. വളരെ ശാന്തമായുള്ള രീതിയിലാണ് കഥ പോകുന്നത്. ഭയങ്കര എന്താ പറയുക, അതിനൊരു പേസ് ഉണ്ട്. ഈ ടോട്ടൽ സീരീസിനൊരു പേസ് ഉണ്ട്. ആ പേസ് വിട്ട് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല. അതിപ്പോൾ ഫാമിലി ലൈഫിൻ്റെ ഇത് കാണിക്കുന്നതാണെങ്കിലും, ഒരു ചേസിങ് സീൻ കാണിക്കണം, ഒരു ക്രൈം സിറ്റുവേഷൻ കാണിക്കണം, എല്ലാത്തിനും ഒരു പേസ് ഉണ്ട്. ആ പേസിൽ നിന്ന് അങ്ങോട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല. നമ്മളങ്ങനെ ആ ഒരു മുൾമുനയിലിങ്ങനെ നിർത്തി ഇങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ. എന്നാലും അത് ഭയങ്കര ഒരു എക്സാജറേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊരു സംഭവമൊന്നുമല്ല. ആ ഒരു ഫീലിംഗ് നമുക്ക് ഇങ്ങനെ നിൽക്കും. പക്ഷെ അടുത്തെന്ത് സംഭവിക്കണം, നമ്മളിങ്ങനെ പലതും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഒന്നുമല്ല. വളരെ രസകരമായി എനിക്ക് തോന്നിയത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ലീഡ് ആക്ടർ. അയാൾ ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, പുള്ളി കുറേ ഫിലിമിലൊക്കെ വില്ലനൊക്കെ ആയിട്ട് ഞാൻ പണ്ട് TV സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില ഫിലിമിലൊക്കെ ഒരു സൈഡ് ഹീറോ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രത്തിൽ ഒരു സൈഡ് വില്ലൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മെയിൻ കാസ്റ്റിലൊക്കെ വളരെ കുറവാണ്. പിന്നെ പാതാൾ ലോകിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി. എനിക്ക് തോന്നുന്നു രക്തചരിത്രയിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പണ്ടത്തെ. ബട്ട് ദിസ് ഗായ് ഐ സ്വെയർ ഹി നോസ് ഹൗ ടു ആക്ട്. അയാളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസും ആ രീതി അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടു തീർന്നപ്പോൾ തന്നെ വിചാരിച്ചു അതിൻ്റെ റിവ്യൂ അപ്പം തന്നെ ഇടണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അടങ്ങി കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാൻ വിചാരിച്ചു. എന്തായാലും എത്ര പേര് ഇപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വാച്ച് ചെയ്തവർ ഡെഫിനറ്റ്ലി ഈ പാതാൾ ലോക് എന്ന് പറഞ്ഞ സീരീസ് ഫസ്റ്റ് പാർട്ടും കാണണം, സെക്കൻഡ് പാർട്ടും കാണണം. അതിൽ ഞാൻ പറയുന്നു സെക്കൻഡ് പാർട്ട് ഗംഭീരമായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ നമ്മൾ പറയാം ഇല്ല അതിൻ്റെ പഴയതിൻ്റെ അത്ര പോരാന്ന് പറയും. പക്ഷേ ഇത് അതിനേക്കാളും കാവച്ച് വേറെ ലെവലിലെത്തിച്ചു. അത് പ്രത്യേകിച്ച് ഈ ഒരു പ്ലോട്ടിൻ്റെ ആ ഖനം, ആ ഒരു കണ്ടന്റ്, നോർത്ത് ഈസ്റ്റിൻ്റെ സബ്ജക്റ്റും ഈ നാഗാലാൻഡിലെ ആൾക്കാരെ പ്രശ്നങ്ങളും എന്ത് പെർഫെക്ഷനോടെയാണെന്ന് പറയാം അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ അഭിനയിക്കാൻ അവിടുത്തെ ആൾക്കാരെ അവർക്ക് കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കതിൽ അത്ഭുതപ്പെടുന്നത്. അവരും ഒരു കൂസലും കൂടാതെ ആ ക്യാരക്ടേഴ്സ് അഭിനയിച്ചല്ലോ. അതിനിപ്പോൾ എക്സാക്ട്ലി നാഗാസ് ആയിരിക്കണം എന്നില്ല, പക്ഷേ എന്തായാലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള കുറേ ആൾക്കാർ അതിലുണ്ട്. അവരത് അഭിനയിച്ചല്ലോ. ഈവൻ ദോ ദേ ന്യൂ ദാറ്റ് ഇറ്റ്സ് ഗോൺ ബി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലും വാവ്, സൂപ്പർ. ഇങ്ങനെയൊക്കെ നമ്മളെ ഇന്ത്യൻ സീരീസ് രംഗത്തും ചെയ്യാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചെന്നതിന് ഐ സല്യൂട്ട് യു ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാമിലി മാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ഒക്കെ ഉള്ള ഇതും ആമസോൺ തന്നെയാണ്. എന്നാലും ബട്ട് സ്റ്റിൽ ഇതൊരു വേറെ ലെവൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ലെവൽ സ്ക്രിപ്റ്റിങ്ങും ഇതൊക്കെ ഇത് ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു പ്ലോട്ട്, ദ വേ ദേ കണക്ട് ദാറ്റ്
dots and come to the conclusions and all. It's nice. And ആ കൺക്ലൂഷനിൽ എത്തിയിട്ടും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരില്ലേ, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈവൻ ദോ പോലീസ് ആയാൽ പോലും പോലീസിനൊക്കെ ഒരു പരിധിയുണ്ട്. പോലീസിന് തന്നെ അവരുടെ എന്താ പറയുക, അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവരുടെ മുകളിലും ആൾക്കാരുണ്ട്, അവരുടെ മുകളിലിരിക്കുന്നവരെക്കാളും മുകളിലിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചല്ല. അത് വളരെ റോ ആയിട്ട് നമ്മൾ സിനിമയിൽ കാണിക്കുന്ന പോലെ ഭയങ്കര എക്സ്ട്രാ അത് അങ്ങനെയൊന്നുമല്ല, എന്നാലും പക്ഷെ ഭയങ്കര റോ ആയിട്ട് ഇത് കാണിച്ചു തരില്ല. അത് ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് പാതാൾ ലോക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.